പ്രളയക്കെടുതിയിൽ നിന്ന് കരകയറാൻ കേരളത്തിന് കൈത്താങ്ങായി UAE വാഗ്ദാനം ചെയ്ത 700 കോടി രൂപ സ്വീകരിച്ചിരുന്നുവെങ്കിൽ മറ്റു രാജ്യങ്ങളും കേരളത്തെ സഹായിക്കാനായി മുന്നോട്ട് വരുമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അർഹമായ വിദേശ സഹായം കേന്ദ്രം തടഞ്ഞതിലൂടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ സഹായം കേരളത്തിന് നഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. UAE ഭരണാധികാരി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വിളിച്ച് 700 കോടി രൂപ കേരളത്തെ സഹായിക്കാനായി നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചു. പിറ്റേന്ന് കാലത്ത് UAE ഭരണാധികാരിയുടെ നല്ല മനസ്സിന് കൃതജ്ഞത പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി ട്വീറ്റും ചെയ്യുകയും ചെയ്തു. പക്ഷേ പിന്നീട് എല്ലാം അട്ടിമറിച്ചുവെന്നും മുഖ്യമന്ത്രി കൊല്ലത്ത് പറഞ്ഞു. NREG വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളം ഈ നൂറ്റാണ്ടിൽ നേരിട്ട വലിയ വിപത്തായിരുന്നു പ്രളയം. നിപ വൈറസിനും ഓഖി ചുഴലിക്കും ശേഷമാണ് ആയിരങ്ങൾക്ക് ജീവനോപാധിക്കും വീടും നഷ്ടമാക്കിയ പ്രളയം കേരളത്തിലുണ്ടായത്. ഇത് നേരിടാൻ കേരള ജനത ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി. ഈ ഒരുമയെ രാജ്യവും ലോകവും ശ്രദ്ധിച്ചു. ജാതിമത ലിംഗ വ്യത്യാസം ഉണ്ടായില്ല. മത്സ്യത്തൊഴിലാളികളുടെ സേവനം പ്രത്യേക പ്രശംസ പിടിച്ചുപറ്റി. കേരളത്തിന്റെ മതനിരപേക്ഷ അടിത്തറയാണ് ഇതിന് കാരണം. ദുരന്തത്തെ ഫലപ്രദമായി അതിജീവിച്ചതിന് സർക്കാർ കൈക്കൊണ്ട നടപടികളിൽ ചിലർക്ക് മനപ്രയാസം ഉണ്ടായിട്ടുണ്ടാകും. കള്ളപ്രചാരണം അഴിച്ചുവിട്ടാണ് ഇവർ എതിർപ്പ് പരസ്യമാക്കിയത്. ഇത് പ്രകൃതിക്ഷോഭമല്ല, മനുഷ്യനിർമ്മിതമായ അപകടമാണെന്ന് വരെ പ്രചരിപ്പിച്ചു. പ്രളയത്തിൽ 31,000 കോടി രൂപയുടെ നഷ്ടം കേരളത്തിലുണ്ടായി. ഇത് നേരിടുന്നതിൽ സാമ്പത്തിക സഹായം വേണ്ടിയിരുന്നു. കേന്ദ്ര സർക്കാർ ദുരന്തത്തിന് അനുവദിച്ച സാമ്പത്തിക സഹായം ഒന്നിനും തികഞ്ഞില്ല. കേരളത്തിന്റെ ദുരന്തം സ്വന്തം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയും സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തും മലയാളികൾ ഏറ്റവും അധികം ജോലി ചെയ്യുന്ന UAE ഉൾപ്പെട്ട ചില രാജ്യങ്ങൾ മുന്നോട്ട് വന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ ഇതിന് അനുമതി നൽകിയില്ല. UAE സഹായം തടസ്സപ്പെട്ടത് മറ്റു പല രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുമായിരുന്ന സഹായവും ഇല്ലാതാക്കി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്ന സഹായം തടസ്സപ്പെടുത്തുന്നതുവരെ ഇത് എത്തി എന്നതാണ് യാഥാർത്ഥ്യം. കേരളത്തെ പുനർനിർമ്മിക്കാൻ സർക്കാർ ജീവനക്കാർ 1 മാസം ശമ്പളം നൽകണമെന്ന് തീരുമാനിച്ചപ്പോഴും ഭിന്നിപ്പിക്കുന്നതിന് ശ്രമം നടന്നു. ഇതിനെതിരെ UDFും BJPയും രംഗത്ത് വന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല യുവതീ പ്രവേശനത്തിന്റെ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിധി നടപ്പാക്കാൻ കഴിയില്ലെന്ന് ഒരു സർക്കാരിനും പറയാൻ കഴിയില്ല. 1991 മുമ്പും ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിച്ചിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്ത്രീകളെ ഇരുട്ടറയിലേക്ക് തള്ളിവിടാൻ ശ്രമം നടക്കുന്നുണ്ട്. അതിനെതിരെയായിരുന്നു വനിതാ മതിലെന്നും വനിതാ മതിൽ ലോകം ശ്രദ്ധിച്ചുവെന്നും അദ്ദേഹം. BCC ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വനിതാ മതിൽ പ്രധാന തലക്കെട്ടാക്കി. ലിംഗസമത്വത്തിന് വേണ്ടിയുള്ള ഈ മുന്നേറ്റം യാഥാസ്ഥിതിക വിഭാഗത്തെ വിരളി പിടിപ്പിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.